everyone. നമ്മുടെ SSLC കെമിസ്ട്രിയുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹ സംയുക്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നുണ്ട് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു സൾഫ്യൂരിക് ആസിഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും യൂസസും കെമിക്കൽ പ്രോപ്പർട്ടീസും അല്ലെ, രാസസ്വഭാവം, ഭൗതിക സ്വഭാവം, ഉപയോഗം, ഇതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സൾഫ്യൂരിക് ആസിഡിന്റെ യൂസസ് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ നിർജ്ജലീകാരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ നിർജ്ജലീകരണ ഗുണം, എങ്ങനെയാണ് ഈ ഒരു സൾഫ്യൂരിക് ആസിഡ് ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് കാണാം. ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ നോക്കിയേ, ഇവിടെ കുറച്ച് ഷുഗർ എടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു ബീക്കറിൽ എന്തെടുക്കുന്നുണ്ട്? കുറച്ച് പഞ്ചസാര എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഷുഗർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യാം. ഓക്കെ, കുറച്ച് ഷുഗർ എടുത്തു, അതിലേക്ക് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തു. നിങ്ങളൊക്കെ ഷുഗർ യൂസ് ചെയ്യാറില്ലേ? ആർക്കും ഡയബറ്റിസ് ഒന്നും ഇല്ലല്ലോ, ജുവനൈൽ ഡയബറ്റിസ് ഒന്നും ആർക്കും ഇല്ലല്ലോ, പൊതുവേ റെയർ ആയിട്ട് വരുന്നതാണ് അല്ലേ. യെസ്, അപ്പോൾ ഇങ്ങനെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്തപ്പോൾ വെളുത്ത് പാറി നിന്നിരുന്ന നമ്മുടെ ഷുഗർ അല്ലേ, വെളുത്ത് പാറി നിന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ ഇതേപോലെ കരിക്കട്ട പോലെ കറുത്തുപോയി അല്ലേ, കറുത്ത് കരിമുട്ടി പോലെ ആയിപ്പോയി. അപ്പം മക്കളെ, ഇത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ഷുഗർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോമുല എന്താ? C12H22O11 അല്ലേ. C12H22O11 ആണ് നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ കെമിക്കൽ ഫോമുല. ഇതിലേക്ക് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നത്? H2SO4നെ, സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഇതിലുള്ള വാട്ടർ റിമൂവ് ചെയ്യപ്പെടും. അതായത് ഇത് 12C+11H2 ആയിട്ട് മാറും. ഇതിലുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യപ്പെടും? വാട്ടർ മോളിക്യൂൾസ് റിമൂവ് ചെയ്യപ്പെടും. ഇത് മിസ് താഴെ എഴുതാം കേട്ടോ. 12C+11H2 അപ്പോഴല്ലേ ബാലൻസ്ഡ് ആവോ? അതായത് കാർബൺ സെപ്പറേറ്റ് ആകും, ഇതിലെ കെമിക്കലി കമ്പൈൻഡ് ആയിട്ട് നിന്ന വാട്ടർ അല്ലേ. ഇതിലുള്ള വാട്ടർ അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രജന്റെ ഓക്സിജന്റെ റേഷ്യോ എത്രയാ? 22:11. അതായത് 2:1 അല്ലേ. നമ്മുടെ വെള്ളത്തിലും റേഷ്യോ എന്ത് തന്നെയാ? 2:1 അല്ലേ. അപ്പം നമ്മുടെ സൾഫ്യൂരിക് ആസിഡിന് എന്തിനുള്ള കഴിവുണ്ടെന്ന് അറിയോ? ഇങ്ങനെ കെമിക്കലി കമ്പൈൻഡ് ആയിരിക്കുന്ന ആ ഒരു വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ രാസപരമായിട്ട് ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വാട്ടർ മോളിക്യൂൾ, ജല തന്മാത്രകൾ അല്ലെങ്കിൽ ഇവരെ ഹൈഡ്രജന്റെ ജലത്തിൽ എങ്ങനെയാണോ വെള്ളത്തിൽ എങ്ങനെയാണോ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആ ഒരു റേഷ്യോ, ആ സെയിം അനുപാതത്തിൽ അല്ലെങ്കിൽ അതേ റേഷ്യോയിൽ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? അബ്സോർബ് ചെയ്തെടുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡിനുണ്ട്. അപ്പൊ പഞ്ചസാരയിലെ വെള്ളം ഒഴിവായി അല്ലെ, പഞ്ചസാരയിൽ കെമിക്കലി കമ്പൈൻഡ് ആയി നിന്നിരുന്ന ഹൈഡ്രജനും ഓക്സിജനും റിമൂവ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചത്? പഞ്ചസാര കരിക്കട്ട പോലെയായിട്ട് മാറിയത് അല്ലേ. യെസ്, അതാണ് നമ്മുടെ സംഭവം. അപ്പൊ എന്താണ്? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഹാസ് ദ എബിലിറ്റി ടു അബ്സോർബ് കെമിക്കലി കമ്പൈൻഡ് വാട്ടർ ഓർ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഫ്രം സബ്സ്റ്റൻസസ് ഇൻ ദ റേഷ്യോ കറസ്പോണ്ടിങ് ടു ദാറ്റ് ഓഫ് വാട്ടർ അല്ലെ. പദാർത്ഥങ്ങളിൽ രാസപരമായിട്ട് സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ഒക്കെ ജലത്തിലെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യാൻ ആർക്ക് പറ്റും? ഗാഢ സൾഫ്യൂരിക് ആസിഡിന് പറ്റും. ആൻഡ് ഇതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് എന്താ? ശക്തിയായിട്ടുള്ള ഒരു നിർജ്ജലീകാരിയാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. ഒരു ടേബിൾ ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ. എന്താണ് ഇതിൽ പറയുന്നത്? ഡ്രോപ്പിംഗ് കോൺസെൻട്രേറ്റഡ് H2SO4 ഓൺ എ കോട്ടൺ ക്ലോത്ത്. അതായത് കോട്ടൺ തുണിയിൽ നമ്മൾ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുക? ഇത് കത്തിപ്പോകും അല്ലെ. കോട്ടൺ എന്ന് പറയുന്നത് ബേൺഡ് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും? കത്തിപ്പോകും അല്ലെങ്കിൽ ബ്ലാക്ക് കളറായിട്ട് മാറും. അങ്ങനെ ഇവരെന്ത് ചെയ്യും? പോകെ ഇത് കത്തിപ്പോകും അല്ലെങ്കിൽ ബേൺ ചെയ്തു പോകും. ഓക്കെ, പിന്നെ എന്താ? H2SO4 ടു ഗ്ലൂക്കോസ്. നമ്മൾ ഗ്ലൂക്കോസിലേക്ക് H2SO4 ആഡ് ചെയ്യുക. അപ്പൊ അതെന്ത് ചെയ്യും? ടേൺസ് ബ്ലാക്ക്. ഗ്ലൂക്കോസും എന്ത് കളറാകും? ബ്ലാക്ക് കളറായിട്ട് മാറും. ഗ്ലൂക്കോസും കറുത്ത നിറമായിട്ട് മാറും അല്ലെ, കറുത്ത നിറമായിട്ട് മാറും. പിന്നെ എന്താ? H2SO4 ഇൻ CuSO4 ക്രിസ്റ്റൽസ്. അതായത് എന്തിലേക്ക്? കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ. കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ എന്ന് വെച്ചാൽ എന്താ? നല്ല ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അല്ലേ, നല്ല നീല കളറുള്ള ക്രിസ്റ്റൽസ് ആണ് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ്. ഇതിലേക്ക് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അതിന്റെ ബ്ലൂ കളർ ഡിസപ്പിയർ ആവും. അതിന് എന്താ പോവാ? ആ ഒരു ബ്ലൂ കളർ എന്ന് പറയുന്നത് ഡിസപ്പിയർ ആകും. ബ്ലൂ കളർ ഡിസപ്പിയർ ആയിട്ട് ഇവർ എന്ത് ചെയ്യും? ഡീകളറൈസ് ചെയ്യപ്പെടും. ബ്ലൂ കളർ ഡിസപ്പിയർ. നീല നിറം എന്ത് ചെയ്യും? അപ്രത്യക്ഷമാകും അല്ലെങ്കിൽ ഇതിന്റെ നിറം എന്ന് പറയുന്നത് ഇല്ലാതാവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം? നിറം ഇല്ലാതാകും. ഇവിടെയൊക്കെ എന്താ സംഭവിച്ചത്? അതായത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്തു?
ഒന്നുകിൽ വാട്ടർ മോളിക്യൂളിനെ അല്ലെങ്കിൽ വാട്ടറിലുള്ള പോലെ ഹൈഡ്രജനും ഓക്സിജനും അതേ റേഷ്യോയിലാണ് നിൽക്കുന്നതെങ്കിൽ അവരെ അബ്സോർബ് ചെയ്തെടുത്തു, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് നൈസായിട്ട് ഒഴിവാക്കി. അപ്പോൾ അതാണ് നമ്മുടെ ഡീഹൈഡ്രേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ നിർജ്ജലീകരണ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.